ഹലോ, വെൽക്കം ബാക്ക് ടു അനു വ്ലോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പം ടൈം 6 o'clock ആയി. ഇപ്പം നമ്മളെല്ലാവരും എഴുന്നേറ്റ് ഒരു 4:40 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് കൂടെ ടൈം റെഡിയായി. വരും എല്ലാവരും കാണിക്കട്ടെ. ഇങ്ങോട്ട് വാ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്കിങ്ങനെ അമ്പലത്തിൽ പോയിട്ട് കാണിച്ചു കേട്ടോ. ഇനി നമുക്കൊരു സ്ഥലം പൂ മേടിക്കും. മുല്ലപ്പൂ വേണ്ടത് മേടിച്ച് വെച്ചിട്ട് വേണം പോവാൻ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ പുറകെ കാണാം കേട്ടോ. എല്ലാരും കാണിച്ചേക്കാം ഗൈസ്. ഇത് ടിന്നിങ് ആണ് കേട്ടോ. 4 ആൾക്കാർ സെയിം. പിന്നെ ഇവര് ഇതുപോലെ ഇവര് പിന്നെ ശരിക്കും ടീംസാണ്. ഇതിന്റെ ബാക്കി പാട്ട് ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇതിന്റെ ബാക്കി ഓപ്പോസിറ്റ് കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ശരിക്കുള്ള ട്വിൻസിനെ കാണിച്ചു തരാം. ഇങ്ങോട്ടൊക്കെ ആശേഷ് അരിശേഷ്. അയ്യോ വിഷയം അത് ഇതിന്റെ ഓൺ ബ്രദർ. ഞാനും ഉണ്ണി ടിന്നിങ് ഡ്രസ്സാണ്. ഇവര് ശരിക്കും ട്വിൻസ്. അയ്യോ എന്താ വൈബ്? നാടൻ വൈബാണോ? ഇതാണ് വൈബ്. എന്താ പറയാ രണ്ട് വാക്കുകൾ? അത് നല്ല കാണാനുണ്ടല്ലേ കണ്ണില്. കൊള്ളാം കേട്ടോ. മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് കൊള്ളാം. ലുക്കായിട്ടുണ്ട്. രാവിലെ നേരത്തെ എണീച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും അമ്പലത്തിൻ്റെ നടയൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് ഓക്കെ ആയി. കാരണം അമ്പലത്തിൻ്റെ ഒരു വൈബും ആ എല്ലാവരുടെ സെറ്റ് സാരി വൈബൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് സെറ്റായി. നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് അമ്പലത്തിൻ്റെ മുമ്പിലാണ്. നമുക്ക് അമ്പലത്തിൻ്റെ നടയിലേക്ക് കയറിയപ്പോൾ മറ്റേ ട്യൂണാണ് ഓർമ്മ. ഏത് മനസ്സിൽ മിഥുന മഴ മൊഴി മനസ്സിലൊരു. എൻ്റെ മോനെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കുറേ വെഡ്ഡിങ്സും പിന്നെ അമ്പലത്തിൽ എല്ലാവരുടെ ആ ഒരു കോസ്റ്റ്യൂമും സെറ്റും മുണ്ടും വൈബും എല്ലാവരും കൂടെ ഒരുമിച്ച് ആ വൈബ് തരുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. എല്ലാവരും എൻ്റെ സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. കാരണം വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന പല ടൈമിലായിട്ടാണ്. കഴിഞ്ഞ 2024 ഡിസംബർ 24 ആയപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം. എന്താ പറയുക, ഫിസിക്കലി മൊത്തത്തിൽ ഡൗൺ ആണ് ഗൈസ്. എല്ലാവർക്കും കിട്ടിയ വൈറൽ പനി എനിക്കും അടിച്ചായിരുന്നു. ഒരു 10-14 ദിവസത്തോളം ഞാൻ പനി അടിച്ച് കിടന്നു. അത് കഴിഞ്ഞ് പനി വിട്ടു പോയി കഴിഞ്ഞാലുള്ള വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മാസങ്ങൾ കടന്നു പോയി കഴിഞ്ഞാലും ഉള്ളിലുള്ള രോഗമാണ് നമ്മൾ വിട്ടുമാറില്ല. ഇടയ്ക്കിടയ്ക്കായിട്ട് കഫും കോൾഡും അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 10-15 ദിവസത്തോളം ആ സമയത്ത് തന്നെ നിർത്താണ്ട് ബെഡിൽ കിടന്നുകൊണ്ടിരുന്നൊരവസ്ഥയായിരുന്നു എനിക്കുണ്ടായത്. അതും കഴിഞ്ഞ് അതൊക്കെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലാഗായിപ്പോയത് കേട്ടോ. അതും കഴിഞ്ഞ് ഇപ്പോൾ ഇതാ വീണ്ടും ജനുവരി ആയിട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതാ വീണ്ടും എനിക്ക് ഫീവർ അടിച്ചിരിക്കുകയാണ്. ഇനിയും ലാഗായി കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹാപ്പിയാണോ ഗൈസ്? നല്ല രസമുണ്ടല്ലേ, നല്ല വൈബ്. ഞാനിപ്പോൾ ഒരു പ്രോപ്പർ വീഡിയോ മേക്കിങ്ങിലേക്കും ഒരു വ്ളോഗറായിട്ടൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. എന്നാലാണ് എനിക്കിനി വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പ്രഷൻ നൗ. വയ്യ എനിക്ക് വയ്യ. നമുക്ക് തൊഴാൻ പറ്റുമല്ലോ. നമുക്ക് ട്രൈ കുറേ കല്യാണങ്ങൾ നടന്ന. മേഡം 2 വാക്കുകൾ. നമസ്കാരം. മാസായി തലയിൽ എന്താ വെച്ചാൽ തുളസി ഫ്ലവർ ഇടാ. പുഷ്പ എന്നാ ഫ്ലവർ ഇടാ. അപ്പൊ ഹായ്.
പിന്നെ വൈകുന്നേരം പോയാൽ മതി എന്ന് പറഞ്ഞു. അവളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം ആയിട്ട് നാളെ ഇല്ലാത്ത മെഹന്തി ഹൽദി എന്തൊക്കെ പരിപാടി. ഞാനാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. സീരിയസ്ലി ഇപ്പോൾ അൽശ്വരനോട് ഇത്ര സ്നേഹമുള്ളതെങ്കിൽ അൽശ്വരത് കാണുന്നെങ്കിലും തിരിച്ചറിയണം. എന്തായാലും കാണുന്നു. അൽശ്വര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു സത്യത്തിൽ തന്നെ തേക്കിയായിരുന്നു. സത്യത്തിൽ അവളെ തേക്കിയായിരുന്നു. സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പരിപാടിക്ക് എല്ലാം സെലക്ട് ചെയ്തു. ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നു. ഇന്ന് നാളെയാണ് പാർട്ടി, നാളെ അവൾ പോകുമെന്ന് എനിക്ക് അറിയില്ല. കുടുംബം കളിക്കുമ്പോൾ മനസ്സിൽ കാണുന്നില്ലേ നന്നായിട്ട് അവര് കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആരറിയാത്ത പോലെ മാറി. അവൻ്റെ ഫേസിൽ തന്നെ ആ ഒരു ദേഷ്യം കാണുന്നുണ്ടല്ലോ. ഭയങ്കര ആ ഫേസ് വാല്യൂ ഭയങ്കര ഫേസ് വാല്യൂ ഉള്ള കിട്ടുന്നത്. അത് വീഡിയോയിൽ എടുക്കുന്നത് തുടങ്ങി മൂഡിനനുസരിച്ചാണ് വീഡിയോയിൽ വരുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടാകുമോ? അല്ല പിന്നൊരു വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് ജീവിക്കേണ്ടി കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ പുറപ്പെട്ടാൽ കുറി കുറി ശരി. അതുപോലെ നമ്മളെ കാണുന്നില്ലേ? എന്താ പറഞ്ഞത്? ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് എന്തോ അമ്പലത്തിൽ നമുക്ക് ഇവിടെ ഫുഡ് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയാണ്. ഇപ്പോഴത്തെ പോലെ നമ്മളെന്താ ഓർഡർ ചെയ്തേ? മസാല ദോശ. അപ്പം ഇവിടുത്തെ വെപ്പ് എന്ന് പറയുന്നത് ഷെഫ് എന്ന് പറയുന്നത് എന്തോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പഴയ ഇതും എന്താ അച്ഛൻ പറഞ്ഞത് കറക്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫാണ് പോലും ഫുഡൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് മസാല ദോശ അടിപൊളിയായിരിക്കും. ചായ വേണോ? ചായ പായസം അമ്പലത്തിലെ ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം വെറുതെ ഞാൻ കുടിക്കില്ല, വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. അത് അതെ റീടേക്ക് വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ പായസം നമുക്ക് കുടിച്ച് ടേസ്റ്റ് ചെയ്തോ കേട്ടോ. നല്ല മധുരമുണ്ട്. അതാണോ മനസ്സിലാവുന്നത്? അല്ല എനിക്ക് പായസം ഇഷ്ടമല്ല. പക്ഷേ ഇത് പിന്നെ ഇഷ്ടം എന്താ പ്രസാദത്തിൽ മറ്റേ അവിലും മലരും ഒക്കെ ഉള്ള ഒരു സാധനമില്ലേ, ഗണപതി ഹോമത്തിൻ്റെ പോലത്തെ, അതിഷ്ടം. അല്ലാണ്ട് ഇങ്ങനത്തെ പായസം എനിക്കിഷ്ടം. ഇതൊക്കെ ഇഷ്ടം. കൊള്ളാം. നമ്മുടെ ഫേവറേറ്റ് മസാല ദോശ. ഇഷ്ടപ്പെട്ടോടാ? പൊന്നു റിവ്യൂ പ്ലീസ്. റിവ്യൂ പ്ലീസ്. കണ്ടിട്ടല്ല, പ്രസന്റ് മീൻസ് കാണാൻ കൊള്ളാം. ഇനി കഴിച്ചോളൂ. ഇന്നലത്തെ സാമ്പാർ പോലെ അല്ല കേട്ടോ, നല്ല സാമ്പാർ. ഇന്നലത്തെ സാമ്പാർ ഇന്നലെ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് കഴിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇന്നലെ ഇവിടുന്ന് കഴിക്കാന്ന്. നമ്മളാ കേൾക്കാൻ. ഒന്ന് കഴിച്ച് പറഞ്ഞടാ, എന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ. കൊള്ളാമോ? മിനു അല്ലാടാ നൈസാണോ? കാരണം ഈ അറ്റല്ലെങ്കിൽ പോയി ടേബിളിൽ മുട്ടും. നമ്മൾ ഈ നടുവിൽ നിന്ന് ഇങ്ങനെ ശരിക്കും സൈഡിൽ നല്ല കഴിച്ചോറുണ്ട്, സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഞാൻ തൽക്കാലം ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. എനിക്കിങ്ങനെ സെപ്പറേറ്റ് കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ മുക്കിയിട്ട് കൊള്ളാം. പക്ഷെ മസാലയാണല്ലോ മസാല ദോശൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അത് കഴിച്ചു നോക്കാം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് എടുക്കാം. കുറച്ച് സാമ്പാറും കൊടുക്കാം, കുറച്ച് 2 വൈറ്റും 6 റെഡ് ചട്നി. കൊള്ളാം. ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ലാപ്പ്. ഇവിടുത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പാഞ്ചജന്യത്തിൽ തന്നെയുള്ള ഹോട്ടലിൽ ഫുഡ് ഭയങ്കര അടിപൊളിയാട്ടോ. ഒന്നും പറയാമല്ലോ കേട്ടോ. നല്ല സർവീസും അതേപോലെ തന്നെ നല്ല ഫുഡുമാണ്. എനിക്ക് ധൈര്യത്തിലൊന്ന് കഴിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗുരുവായൂർ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ പാർട്ടാണ് കേട്ടോ.
അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് ചെന്ന് റെഡിയായി നമ്മുടെ ഹോം ടൗണിലേക്ക് പോകാനുള്ള തിരക്കിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമേ മറ്റേ ഷെഡ്യൂൾ ചെയ്ത് ഇതിന് വരണം അതിന് പോകണം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ ഒരു മൈൻഡ് സെറ്റിലും എന്നാലും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ട്രെയിൻ ഓക്കെ അങ്ങനത്തെ ഒരു വൈബിലായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോകുന്ന തിരക്കിലാണ്. അപ്പം നമ്മൾ ഗുരുവായൂരിന് തിരിച്ചു പോവാണല്ലേ. പോന്നപ്പോൾ അത്ര വലിയ ഒരു സന്തോഷമില്ല. വന്നപ്പോൾ കിട്ടിയൊരു സന്തോഷം നമ്മളൊരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ ഉണ്ടാവില്ലല്ലോ. പക്ഷെ വന്നതിൽ ഇപ്രാവശ്യം ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പ്ലസ് എന്താ പറയുക, ഗ്രേറ്റ്ഫുൾ അല്ലേ, സന്തോഷമല്ലേ. നേരെ നോക്കി ഒരു കുഴപ്പമില്ല, വാടിക്കരിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ ഇല്ല, ഇവള് സുന്ദരിയാണ്. എങ്ങനെ വന്നാലും നീ സുന്ദരിയാണ്. അപ്പോൾ എന്തായാലും ആടി എത്തുന്നവരെ കാണിച്ചു തരാം. ഞാൻ ചാടിക്കുന്ന നിങ്ങൾ ആരും ഇവിടെ ചാടിയില്ല. എല്ലാവരും തിരിച്ചു പോകില്ല, എല്ലാവർക്കും സങ്കടമുണ്ടോ? ചോദിക്കട്ടെ, സന്തോഷമാണോ സങ്കടമാണോ? സന്തോഷം. വന്ന ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? ഹാപ്പി അല്ലേ? എല്ലാവരോടും ചോദിക്കും. ചോദിക്കട്ടെ മാമോട്. മാമേ, വന്ന ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? ഇഷ്ടപ്പെട്ടോ? ഹാപ്പിയായി. നമ്മള് സന്തോഷത്തിലല്ലേ തിരിച്ചു വന്നത്? അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു വന്ന ട്രിപ്പ്? നല്ല ഹാപ്പി ആയിരുന്നു. നല്ല തൊഴാൻ പറ്റി. സന്തോഷത്തോടെ കാരണം നമ്മൾ വരലുണ്ട്, എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി അടിപൊളി സന്തോഷത്തില്. നാളെ മേമയോ സന്തോഷമായില്ലേ? സന്തോഷമായി. നല്ല ട്രിപ്പല്ലേ? നമുക്ക് ഇനിയും ട്രിപ്പ് പോകണ്ടേ? തീർച്ചയായിട്ടും. നല്ല സന്തോഷത്തിലല്ലേ? ഇനി നിങ്ങളും കൂടെ പറ. അവരൊക്കെ പറഞ്ഞല്ലോ. ഇനി ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്ലിസ്ഫുൾ. നമ്മൾ ഹാപ്പി അല്ലായിരുന്നോ? ഇനി എന്തിനു ഓടിപ്പോണേ? ഹാപ്പിയാണോ? നീ ഹാപ്പിയാണോ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് അല്ലല്ലോ അല്ല, അതിനൊരു എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഭംഗിയായിട്ട് നടന്നു. നമുക്ക് ഇപ്രാവശ്യം അമ്പലത്തിൽ വന്നപ്പോഴും നല്ല പീസ്ഫുൾ ആയിട്ട് 2 നേരം അമ്പലത്തിൽ തൊഴാനും പറ്റി. വഴിയിൽ നിൽക്കാണ്ട് അല്ലേ? പിന്നെ ഹാപ്പി അല്ലേ? ലെക്കില് നമ്മൾ കയറി. ബ്ലഷ് ഇട്ടോ അമ്മൂച്ചിക്ക്, ലിപ്സ് കിട്ടും അമ്മൂച്ചിക്ക്. മതി, ഞാൻ ആക്കിക്കോളണ്ട. ഒന്നറിയാ കണക്കിട്ടാണ്ട് ആ കാണിക്കാൻ എനിക്കിട്ടല്ലേ. 10 റെയിൽവേ സ്റ്റേഷൻ. എന്തായാലും നമ്മൾ അവസാനം എല്ലാം കൂടി ഓടിപ്പിടിച്ച് ആ ട്രെയിൻ ഉണ്ടതിന് കിട്ടും. അപ്പോൾ എൻ്റെ ഗുരുവായൂർ സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. അത് നമ്മുടെ ലാസ്റ്റ് വ്ളോഗാണ് ഗുരുവായൂരിൻ്റെത്. അപ്പോൾ ഇവരിന്ന് പൊട്ടനാക്കാനായിരുന്നു വീഡിയോ. നമ്മളെ ഇങ്ങനെ ഞാൻ രക്ഷപ്പെടാനാ, ഇങ്ങനെ രക്ഷപ്പെടാനാ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഗുരുവായൂർ ജേണി ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്കിനി